ഈ ചാനലിന്റെ വളർച്ച എന്ന് പറയുന്ന സുഹൃത്തുക്കളെ നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ സപ്പോർട്ടുമാണ്. ഒത്തിരി സുഹൃത്തുക്കൾ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സഹായിക്കുക. നമസ്കാരം, PSC ടുഡേ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. 2023 ഇന്ത്യൻ സാമ്പത്തിക മേഖലയുമായി ബന്ധപ്പെട്ട ആനുകാലിക ചോദ്യങ്ങളാണ് പഠിക്കണം സുഹൃത്തുക്കള്. ഈ ഭാഗത്തുനിന്ന് ഒത്തിരി ചോദ്യങ്ങൾ വരുന്നുണ്ട്. 2023 ഇന്ത്യൻ സാമ്പത്തിക മേഖലയുമായി ബന്ധപ്പെട്ട ആനുകാലിക ചോദ്യങ്ങളിലേക്കാണ് നമ്മൾ ഇനി കടക്കാൻ പോകുന്നത്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. 2023 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച എത്ര ശതമാനം കുറയുമെന്നാണ് ലോക ബാങ്കിന്റെ പ്രവചനം. ആരുടെ പ്രവചനമാ സുഹൃത്തുക്കളെ? ലോക ബാങ്കിന്റെ പ്രവചനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 6.9% എന്നാണ്. ഒന്നുകൂടി ക്ലിയർ ആയിട്ട് പറഞ്ഞു തരാം. 2023 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച എത്ര ശതമാനം കുറയുമെന്നാണ് ലോക ബാങ്കിന്റെ പ്രവചനം എന്ന് ചോദിച്ചാൽ 6.9% നമ്മുടെ വളർച്ച കുറയുമെന്നാണ് ലോക ബാങ്കിന്റെ പ്രവചനം. മുനിസിപ്പൽ ബോണ്ടുകളെ കുറിച്ച് വിവര ഡേറ്റാബേസ് പുറത്തിറക്കിയത് സെബിയാണ് കേട്ടോ. എന്താണ്? മുനിസിപ്പൽ ബോണ്ടുകളെ കുറിച്ചുള്ള വിവര ഡേറ്റാബേസ് പുറത്തിറക്കിയതാരെന്ന് ചോദിച്ചാൽ അത് സെബിയാണ്. സാമ്പത്തിക സർവേ പ്രകാരം ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ 2023-2024 എത്ര ശതമാനമായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 6.5% കേട്ടോ. സാമ്പത്തിക സർവേ എന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യയുടെ സാമ്പത്തിക സർവേ പ്രകാരം ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ 2023-2024 എത്രയായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 6.5% തമ്മിൽ തെറ്റല്ലേ? ലോക ബാങ്ക് പറഞ്ഞു 6.9% നമുക്ക് വളർച്ചാ നിരക്ക് സാമ്പത്തിക മേഖലയില് കുറയുമെന്ന് പറഞ്ഞു. എന്നാൽ നമ്മുടെ സാമ്പത്തിക സർവേ പ്രകാരം ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ 2023-2024 6.5% ആയിരിക്കും. 2023 കേന്ദ്ര ബഡ്ജറ്റ് തുടർച്ചയായ 5ാം തവണ അവതരിപ്പിച്ചത് കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമനാണ്. പഠിച്ചു വെച്ചേക്കുക. 2023 തുടർച്ചയായിട്ട് 5ാമത്തെ തവണയും കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിച്ച ധനകാര്യമന്ത്രി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ നിർമ്മല സീതാരാമനാണ്. പഠിച്ചു വെക്കുക, ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ഒന്നുകൂടി പറയാം. 2023 കേന്ദ്ര ബഡ്ജറ്റ് തുടർച്ചയായ 5ാം തവണയും അവതരിപ്പിച്ച കേന്ദ്ര ധനകാര്യമന്ത്രി ആരെന്ന് ചോദിച്ചാൽ നിർമ്മല സീതാരാമനാണ്. ഡിജിറ്റൽ പേയ്മെന്റ് ഉത്സവം ഉദ്ഘാടനം ചെയ്ത കേന്ദ്രമന്ത്രി അശ്വനി വൈഷ്ണവ്. പഠിച്ചു വെച്ചോളണേ. ഡിജിറ്റൽ പേയ്മെന്റ് ഉത്സവം ഉദ്ഘാടനം ചെയ്ത കേന്ദ്രമന്ത്രി ആരാണ്? അശ്വനി വൈഷ്ണവാണ്. ഒന്നുകൂടി പറയുവാണ്. 2023 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച എത്ര ശതമാനം കുറയുമെന്നാണ് ലോക ബാങ്കിന്റെ പ്രവചനം എന്ന് ചോദിച്ചാൽ 6.9%. മുനിസിപ്പൽ ബോണ്ടുകളെ കുറിച്ച് വിവര ഡേറ്റാബേസ് പുറത്തിറക്കിയെന്ന് ചോദിച്ചാൽ അത് സെബിയാണ്. സാമ്പത്തിക സർവേ പ്രകാരം ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ 2023-2024 എത്ര ശതമാനമായിരിക്കും എന്ന് ചോദിച്ചാൽ 6.5%. 2023 കേന്ദ്ര ബഡ്ജറ്റ് തുടർച്ചയായ 5ാം തവണയും അവതരിപ്പിച്ച കേന്ദ്ര ധനകാര്യമന്ത്രി ആര് എന്ന് ചോദിച്ചാൽ അത് നിർമ്മല സീതാരാമനാണ്. ആരാണ്? നിർമ്മല സീതാരാമനാണ്. ഡിജിറ്റൽ പേയ്മെന്റ് ഉത്സവം ഉദ്ഘാടനം ചെയ്ത കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവാണ്. പഠിച്ചു വെക്കുക. ഡിജിറ്റൽ പേയ്മെന്റ് ആർക്കുണ്ട്? അശ്വിനിക്കുണ്ടെന്ന് പഠിക്കുക. ഡിജിറ്റൽ പേയ്മെന്റ് അശ്വിനിക്കുണ്ടെന്ന് പഠിച്ചു വെക്കുക. അശ്വിനി വൈഷ്ണവ്. GST കൗൺസിലിന്റെ 49ാമത് യോഗം നടന്നത് ഡൽഹിയിലാണ്. പഠിച്ചു വെക്കുക. GST കൗൺസിലിന്റെ 49ാമത് യോഗം നടന്നത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഡൽഹിയിലാണ്. ഇന്ത്യയുടെ ഏകീകൃത പേയ്മെന്റ് ഇന്റർഫേസ് സാങ്കേതിക വിദ്യ ഉപയോഗിക്കാൻ തീരുമാനിച്ച രാജ്യങ്ങൾ ഇന്തോനേഷ്യ, മൗറിഷ്യസ്, UAE. പഠിച്ചു വെച്ചേ. ഇന്ത്യയുടെ ഏകീകൃത പേയ്മെന്റ് ഇന്റർഫേസ് സാങ്കേതിക വിദ്യ ഉപയോഗിക്കാൻ തീരുമാനിച്ച രാജ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ 2023 ഉപയോഗിക്കാൻ തീരുമാനിച്ചത് കേട്ടോ. ആരൊക്കെയാണ്? ഇന്തോനേഷ്യ, മൗറിഷ്യസ്, അതിനോടൊപ്പം തന്നെ UAE. കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും എത്ര ശതമാനമാണ് ക്ഷാമബത്ത വർദ്ധിപ്പിച്ചത്? ക്ഷാമബത്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ CA കേട്ടോ. CAനെയാണ് ക്ഷാമബത്ത എന്ന് പറയുന്നത്. CA എത്രയാണ് വർദ്ധിപ്പിച്ചതെന്ന് ചോദിച്ചാൽ അത് 4% ഓർത്തിരിക്കുക. കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും എത്ര ശതമാനമാണ് ക്ഷാമബത്ത വർദ്ധിപ്പിച്ചത് അല്ലെങ്കിൽ CA വർദ്ധിപ്പിച്ചതെന്ന് ചോദിച്ചാൽ 4%. അതിർത്തി കടന്നുള്ള ഇടപാടുകൾക്കായി റുപ്പേയും മിർ എന്നീ പണമിടപാട് ആപ്പുകൾ തമ്മിൽ ബന്ധിപ്പിക്കാൻ തീരുമാനിച്ച രാജ്യം ചോദിച്ചാൽ ഇന്ത്യയും റഷ്യയുമാണ്. പഠിച്ചോളണേ. അതിർത്തി കടന്നുള്ള ഇടപാടുകൾക്കായിട്ട് റുപ്പേയും മിർ എന്നീ പണമിടപാട് ആപ്പുകളെ
ബന്ധിപ്പിക്കാൻ തീരുമാനിച്ച രാജ്യങ്ങൾ ചോദിച്ചാൽ അത് ഇന്ത്യയും റഷ്യയുമാണ്. ഇതിൽ റുപ്പേ എന്ന് പറയുന്നത് ഇന്ത്യയുടെ പണമിടപാട് ആപ്പാണ്, മിർ എന്ന് പറയുന്നത് റഷ്യയുടെ പണമിടപാട് ആപ്പാണ്. അതിൽ അവസാനത്തെ 6 കണ്ടോ, അത് റഷ്യയെ സൂചിപ്പിക്കുന്നു കേട്ടോ. അവസാനത്തെ 6 ഏതാണ്? റഷ്യയെ സൂചിപ്പിക്കുന്നു. ഇനി PSC വേണമെങ്കിൽ മിർ എന്ന പണമിടപാട് ആപ്പ് ഏത് രാജ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ ചോദിക്കാം. അപ്പോൾ അതാരാണ്? റഷ്യയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇന്ത്യൻ രൂപ ഉപയോഗിച്ച് വ്യാപാരം നടത്താൻ ആദ്യമായി സഹകരിച്ച രാജ്യം മലേഷ്യ. പഠിച്ചു വെച്ചേക്കുക. ഇന്ത്യൻ രൂപ ഡയറക്റ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വ്യാപാരം നടത്താം. എവിടെയാണ്? മലേഷ്യയില്. മറക്കരുത്, ഇന്ത്യൻ രൂപ ഉപയോഗിച്ച് വ്യാപാരം നടത്താൻ ആദ്യമായിട്ട് സഹകരിച്ച രാജ്യം ഏതാണ്? മലേഷ്യയാണ്. ഓൺലൈൻ ഗെയിമുകൾക്ക് മുകളിൽ എത്ര ശതമാനം നികുതി ഈടാക്കാനാണ് GST കൗൺസിൽ തീരുമാനിച്ചത്? 28%. മോസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, പഠിച്ചു വെച്ചേക്കുക. ഓൺലൈൻ ഗെയിമുകളിൽ നിന്നും എത്ര ശതമാനം നികുതി ഈടാക്കാനാണ് GST കൗൺസിൽ തീരുമാനിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 28%. ഒന്നുകൂടി പറയുവാണ്, GST കൗൺസിലിന്റെ 49ാമത് യോഗം നടന്നത് എവിടെയെന്ന് ചോദിച്ചാൽ അത് ഡൽഹിയിലാണ്. ഇന്ത്യയുടെ ഏകീകൃത പേയ്മെന്റ് ഇന്റർഫേസ് സാങ്കേതിക വിദ്യയായ UPI ഉപയോഗിക്കുവാൻ തീരുമാനിച്ച രാജ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇന്തോനേഷ്യ, മൗറീഷ്യസ്, UAE. കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും എത്ര ശതമാനം ക്ഷാമബത്തയാണ് വർദ്ധിപ്പിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 4%. അതിർത്തി കടന്നുള്ള ഇടപാടുകൾക്കായി റുപ്പയെയും മിർ എന്നീ പണമിടപാട് ആപ്പുകളെ ബന്ധിപ്പിക്കാൻ തീരുമാനിച്ച രാജ്യം ചോദിച്ചാൽ ഇന്ത്യയും റഷ്യയും. ഇന്ത്യൻ രൂപ ഉപയോഗിച്ച് വ്യാപാരം നടത്താൻ ആദ്യമായി സഹകരിച്ച രാജ്യം മലേഷ്യ. ഓൺലൈൻ ഗെയിമുകളിൽ നിന്നും എത്ര ശതമാനം നികുതി ഈടാക്കാനാണ് GST കൗൺസിൽ തീരുമാനിച്ചതെന്ന് ചോദിച്ചാൽ 28%. രാജ്യത്തെ ആദ്യത്തെ ഗ്രാഫീൻ ഇന്നൊവേഷൻ സെന്റർ ആരംഭിക്കുന്നത് കളമശ്ശേരിയാണ്. എവിടെയാണ്? നമ്മുടെ കേരളത്തിലെ കളമശ്ശേരിയിലാണ് രാജ്യത്തിലെ തന്നെ ആദ്യത്തെ ഗ്രാഫീൻ ഇന്നൊവേഷൻ സെന്ററിന്റെ പ്രവർത്തനം ആരംഭിക്കുന്നത്. ഒന്നുകൂടി പറയാം, രാജ്യത്തിന്റെ ആദ്യത്തെ ഗ്രാഫീൻ ഇന്നൊവേഷൻ സെന്റർ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കളമശ്ശേരി, എറണാകുളം ജില്ല. ചിഹ്നഗ്രഹമായ ട്രോജനുകളെ കുറിച്ച് പഠിക്കുന്നതിനുള്ള നാസയുടെ ആദ്യത്തെ ബഹിരാകാശ ദൗത്യം അറിയപ്പെടുന്ന പേരാണ് ലൂസി. ഇങ്ങനെയുള്ള പേരുകളൊക്കെ PSCക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിച്ചു വെച്ചിരിക്കുക. ചിഹ്നഗ്രഹമായ ട്രോജനുകളെ കുറിച്ച് പഠിക്കുവാനുള്ള നാസയുടെ ആദ്യത്തെ ബഹിരാകാശ ദൗത്യം അറിയപ്പെടുന്ന പേരാണ് ലൂസി. അപ്പോ ട്രോജനെ കുറിച്ച് പഠിക്കാൻ പോയത് ആരാണ്? ലൂസിയാണ്. സിയാലിന്റെ നേതൃത്വത്തിൽ സൗരോർജ പ്ലാന്റ് സ്ഥാപിതമായത് പയ്യന്നൂരാണ്. സിയാലിന്റെ നേതൃത്വത്തിലെ സൗരോർജ പ്ലാന്റ് സ്ഥാപിതമായത് എവിടെയെന്ന് ചോദിച്ചാൽ അത് പയ്യന്നൂരാണ്. നാസയും ISROയും സംയുക്തമായി വികസിപ്പിച്ചെടുത്ത ഭൗമ നിരീക്ഷണ ഉപഗ്രഹം എന്ന് വെച്ചാൽ ഭൂമിയെ നിരീക്ഷിക്കുന്ന ഉപഗ്രഹം അറിയപ്പെടുന്ന പേരാണ് നിസാർ എന്ന് പറയുന്നത്. മറക്കല്ലേ, ഇമ്പോർട്ടൻസ് കൊടുത്തു പഠിക്കണേ. നാസയും ISROയും സംയുക്തമായി വികസിപ്പിച്ചെടുത്ത ഭൗമ നിരീക്ഷണ ഉപഗ്രഹം അറിയപ്പെടുന്ന പേരെന്താണ്? അത് നിസാർ എന്നാണ്. എന്താ അവന്റെ പേര്? നിസാർ എന്നാണ്. 2022 മെയ് മാസത്തിൽ വജ്ര ജൂബിലി ആഘോഷിച്ച ഇന്ത്യൻ വ്യോമസേനയുടെ ഹെലികോപ്റ്റർ ആണ് ചേതക്. മറക്കല്ലേ, 2022 മെയ് മാസത്തിൽ വജ്ര ജൂബിലി എന്ന് വെച്ചാൽ എത്രയാ സുഹൃത്തുക്കളെ? 75 വർഷത്തെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ വജ്ര ജൂബിലി എന്ന് പറയുന്നത്. ഇനി PSC അങ്ങനെ ചോദിച്ചാൽ സുഹൃത്തുക്കൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകരുത്. 2022 മെയ് മാസത്തിൽ 75ാം വാർഷികം ആഘോഷിച്ച അല്ലെങ്കിൽ വജ്ര ജൂബിലി ആഘോഷിച്ച ഇന്ത്യൻ വ്യോമസേനയുടെ ഹെലികോപ്റ്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ചേതക്കാണ്. പേരെന്താണ്? ചേതക്കാണ്, മറക്കരുത്. കേരളത്തിലെ ഏറ്റവും വലിയ ഫ്ലോട്ടിംഗ് സോളാർ പവർ പ്ലാന്റ് നിലവിൽ വന്നത് കായംകുളമാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ഫ്ലോട്ടിംഗ് സോളാർ പവർ പ്ലാന്റ് സ്ഥാപിതമായത് എവിടെയാണ്? കായംകുളമാണ്. ഒന്നുകൂടി പറയാം, ഇമ്പോർട്ടൻസ് കൊടുത്തു പഠിക്കേണ്ട പോയിന്റ് ആണ്. കേരളത്തിലെ ഏറ്റവും വലിയ ഫ്ലോട്ടിംഗ് സോളാർ പവർ പ്ലാന്റ് നിലവിൽ വന്നത് എവിടെയെന്ന് ചോദിച്ചാൽ കായംകുളത്താണ്. ഇന്ത്യയിൽ നിന്നും ബ്രഹ്മോസ് മിസൈൽ വാങ്ങുന്ന ആദ്യത്തെ വിദേശ രാജ്യം ഫിലിപ്പൈൻസ് ആണ്. മറക്കല്ലേ, ഇന്ത്യയിൽ നിന്നും ബ്രഹ്മോസ് മിസൈൽ, അതായത് നമ്മുടെ ഇന്ത്യയും റഷ്യയും സംയുക്തമായി കണ്ടെത്തിയ മിസൈലാണ് ബ്രഹ്മോസ് എന്ന് പറയുന്നത്. ഈ ബ്രഹ്മോസ് മിസൈൽ ഇന്ത്യയിൽ നിന്നും ആദ്യമായി വാങ്ങിക്കുന്ന വിദേശ രാജ്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഫിലിപ്പൈൻസ് ആണ്. എവിടെയാണ്? ഫിലിപ്പൈൻസ് ആണ്. യൂറോപ്പിലെ ഏറ്റവും വലിയ ആണവ നിലയമായ സെപോറിസിയ സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതാണ്? പേരുത്തി കടുപ്പുണ്ട്, എന്നാലും പഠിച്ചു വെച്ചോളണേ. യൂറോപ്പിലെ ഏറ്റവും വലിയ ആണവ നിലയമായ സെപോറിസിയ സ്ഥിതി ചെയ്യുന്ന രാജ്യം ഉക്രൈൻ ആണ്. ഉക്രൈൻ റഷ്യ വാർ നടന്ന സമയത്ത് ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട വിഷയമായിരുന്നു സെപോറിസിയയുടെ സെക്യൂരിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് PSC ആ ഭാഗത്ത് നിന്ന് ചോദിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുക സുഹൃത്തുക്കള്. യൂറോപ്പിലെ ഏറ്റവും വലിയ ആണവ നിലയമായിട്ടുള്ള സെപോറിസിയ സ്ഥിതി ചെയ്യുന്ന
രാജ്യം എന്ന് ചോദിച്ചാൽ ഉക്രൈൻ ആണ്. 2022 മെയ്യിൽ നിലവിൽ വന്ന ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ സൂപ്പർ കമ്പ്യൂട്ടറാണ് ഫ്രോണ്ടിയർ. മറക്കരുത്, അവന്റെ പേരെന്താണ്? ഫ്രോണ്ടിയർ. 2022 മെയ്യിൽ നിലവിൽ വന്ന ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ സൂപ്പർ കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്നത് ഫ്രോണ്ടിയർ ആണ്. സൂപ്പർ കമ്പ്യൂട്ടർ എന്ന് പറയുമ്പോൾ തന്നെ ഓർക്കുക, ആരായിരുന്നു? USA ആയിരുന്നു നിർമ്മിച്ചത്, അമേരിക്കയായിരുന്നു ഫ്രോണ്ടിയർ എന്ത് ചെയ്തത്? നിർമ്മിച്ചത്. അപ്പോൾ 2022 മെയ്യിൽ നിലവിൽ വന്ന ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ സൂപ്പർ കമ്പ്യൂട്ടർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഫ്രോണ്ടിയർ ആണ്. ആരാണ്? ഫ്രോണ്ടിയർ ആണ്. ഏത് രാജ്യമാണ് വികസിപ്പിച്ചത്? അത് USA ആണ്. മൃഗങ്ങൾക്കായി ഇന്ത്യയിൽ ആദ്യമായി തദ്ദേശീയമായി വികസിപ്പിച്ച COVID-19 വാക്സിന്റെ പേരാണ് അനോക്കോവാക്സ്. അവന്റെ പേരെന്താണ്? അനോക്കോവാക്സ്. മൃഗങ്ങൾക്കായിട്ട് ഇന്ത്യയിൽ തദ്ദേശീയമായിട്ട് എന്ന് പറഞ്ഞാൽ ഇന്ത്യ സ്വന്തമായിട്ട് വികസിപ്പിച്ചെടുത്ത COVID-19 വാക്സിൻ അറിയപ്പെടുന്ന പേരാണ് അനോക്കോവാക്സ്. എന്താ അവന്റെ പേര്? അനോക്കോവാക്സ്. രാജ്യത്തിൽ ആദ്യമായി തദ്ദേശീയമായി എന്ന് വെച്ചാൽ നമ്മൾ ഇന്ത്യയെ സ്വന്തമായിട്ട് ഒരു പോളിസെൻട്രിക് കൃത്രിമ കാൽമുട്ട് നിർമ്മിക്കുകയുണ്ടായി. അത് നിർമ്മിച്ച IIT എന്ന് ചോദിച്ചാൽ അത് IIT മദ്രാസ് ആണ്. IIT-കൾ കണ്ടുപിടിക്കുന്ന കണ്ടുപിടുത്തങ്ങൾക്ക് PSC ഒരു പ്രത്യേക വാല്യൂ നൽകിയിട്ടുണ്ട്. അങ്ങനെയുള്ള പോയിന്റ് സുഹൃത്തുക്കൾ നന്നായിട്ട് പഠിക്കുക. ഇന്ത്യയിൽ ആദ്യമായി തദ്ദേശീയമായി, അതായത് നമ്മൾ സ്വന്തമായിട്ട് ഒരു പോളിസെൻട്രിക് കൃത്രിമ കാൽമുട്ട് എന്ത് ചെയ്തു? നിർമ്മിച്ചെടുത്തു. അത് നിർമ്മിച്ച IIT എന്ന് ചോദിച്ചാൽ IIT മദ്രാസ് ആണ്. ഇമ്പോർട്ടൻസ് കൊടുക്കുക. DRDO വികസിപ്പിച്ചെടുത്ത ബൈക്ക് ആംബുലൻസ് ആണ് രക്ഷിത. ഓൾറെഡി UPSC ലെവൽ എക്സാമുകൾക്ക് ചോദിച്ചു കഴിഞ്ഞു. നമ്മുടെ കേരള PSC എക്സാമിലും പ്രതീക്ഷിക്കാം. DRDO വികസിപ്പിച്ചെടുത്ത ബൈക്ക് ആംബുലൻസിന്റെ പേരെന്താണ്? രക്ഷിത എന്നാണ്. അപ്പൊ ബൈക്ക് ആംബുലൻസിന്റെ പേരെന്താ സുഹൃത്തുക്കളെ? രക്ഷിത എന്നാണ്. രക്ഷിക്കുവാൻ എന്ത് ചെയ്യും? ബൈക്കിൽ എത്തും, മറക്കരുത്. 2022 ജൂണിൽ പ്രവർത്തനം അവസാനിപ്പിച്ച മൈക്രോസോഫ്റ്റിന്റെ വെബ് ബ്രൗസർ ആയിരുന്നു ഇന്റർനെറ്റ് എക്സ്പ്ലോറർ. കുഞ്ഞു ക്ലാസ് മുതലേ നമ്മൾ കേട്ടിട്ടുള്ളതാണ് ഇന്റർനെറ്റ് എക്സ്പ്ലോററെ പറ്റി. അപ്പോൾ അതൊന്ന് പഠിച്ചു വെക്കുക. 2022 ജൂണിൽ പ്രവർത്തനം അവസാനിപ്പിച്ച മൈക്രോസോഫ്റ്റിന്റെ വെബ് ബ്രൗസർ അറിയപ്പെടുന്ന പേരാണ് ഇന്റർനെറ്റ് എക്സ്പ്ലോറർ. എന്താ അവന്റെ പേര്? ഇന്റർനെറ്റ് എക്സ്പ്ലോറർ. എല്ലാ സുഹൃത്തുക്കൾക്കും അറിയാവുന്ന പോയിന്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കുക. കൃത്യമായി PSC പ്രിലിമിനറി എക്സാമിന് അല്ലെങ്കിൽ മെയിൻ എക്സാമിനെങ്കിലും ചോദിച്ചിരിക്കും, ഉറപ്പാണ്. ഇവിടെ നിന്ന് സുഹൃത്തുക്കൾക്ക് ഡൗട്ട് ഉണ്ടാവുന്ന പോയിന്റ് ആണ്. എങ്കിൽ ഇപ്പോൾ ഏത് ബ്രൗസർ ആണ് മൈക്രോസോഫ്റ്റ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുഹൃത്തുക്കൾ മറക്കരുത്, അവന്റെ പേരാണ് മൈക്രോസോഫ്റ്റ് എഡ്ജ്. എന്താ അവന്റെ പേര്? മൈക്രോസോഫ്റ്റ് എഡ്ജ്. 2015 ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഈ മൈക്രോസോഫ്റ്റിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ നമുക്ക് ലഭ്യമാവുന്ന വെബ് ബ്രൗസർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി സുഹൃത്തുക്കൾ മറക്കാൻ പാടില്ല, അത് മൈക്രോസോഫ്റ്റ് എഡ്ജ് ആണ്, അല്ലാതെ ഇന്റർനെറ്റ് എക്സ്പ്ലോറർ അല്ല. ലാസ്റ്റ് ഒന്നുകൂടി പറയാം. 2022 ജൂണിൽ പ്രവർത്തനം അവസാനിപ്പിച്ച മൈക്രോസോഫ്റ്റിന്റെ വെബ് ബ്രൗസർ അറിയപ്പെടുന്ന പേരാണ് ഇന്റർനെറ്റ് എക്സ്പ്ലോറർ. ഇപ്പോൾ അതിന് പകരമായിട്ട് മൈക്രോസോഫ്റ്റ് കൊണ്ടുവന്നിരിക്കുന്ന പുതിയ വെബ് ബ്രൗസർ അറിയപ്പെടുന്ന പേരാണ് മൈക്രോസോഫ്റ്റ് എഡ്ജ് എന്നുള്ളത്. അതിൽ PSC ചോദിക്കുന്നത് ഇങ്ങനെ ആയിരിക്കും, എഡ്ജ് എന്ന വെബ് ബ്രൗസർ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന കമ്പനി എന്ന് ചോദിക്കും. ഉത്തരമാരാണ്? മൈക്രോസോഫ്റ്റ് ആണ്. ഇന്ത്യയിലെ ആദ്യ സോളാർ ക്രൂയിസ് ബോട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവനാണ് ഇന്ദ്ര. അത് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കൊച്ചിയിലാണ്. എവിടെയാണ് അവനുള്ളത്? കൊച്ചിയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ ക്രൂയിസ് ബോട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇന്ദ്രയാണ്. എവിടെയാണ് അവൻ ഇപ്പോൾ? അത് കൊച്ചിയിലാണ് ആദ്യമായിട്ട് എന്ത് ചെയ്തത്? പ്രവർത്തനം ആരംഭിച്ചത്. അപ്പോൾ സുഹൃത്തുക്കൾക്ക് ഇവിടുന്ന് ഡൗട്ട് ഉണ്ടാവുന്ന കാര്യമായിരിക്കും നമ്മുടെ ആദിത്യയെ പറ്റിയിട്ടുള്ളത്, അല്ലെ? എല്ലാ സുഹൃത്തുക്കൾക്കും ഉണ്ടാവുന്ന ഡൗട്ടാണ്. അപ്പോൾ എന്താണ് ആദിത്യയും നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന ഇന്ദ്രയും തമ്മിലുള്ള വ്യത്യാസം എന്ന് ചോദിച്ചാൽ, ആദിത്യ എന്ന് പറയുന്നത് ഒരു ഫെറി ബോട്ടാണ്. ഫെറി ബോട്ട് എന്ന് പറഞ്ഞാൽ ജനങ്ങളെ എന്ത് ചെയ്യാം? കൊണ്ടുപോകാം, അല്ലെങ്കിൽ അതിനകത്ത് കണ്ടെയ്നറുകൾ അല്ലെങ്കിൽ എന്ത് ചെയ്യാം? കൊണ്ടുപോകാം, അല്ലെങ്കിൽ വാഹനങ്ങൾ കൊണ്ടുപോകാം, എന്ത് വേണോ ചെയ്യാം. അതിനെയാണ് ഫെറി ബോട്ട് എന്ന് പറയുന്നത്. എന്നാൽ ഇവിടെ വന്നിരിക്കുന്ന എന്താണ്? ആദ്യത്തെ ക്രൂയിസ് ബോട്ടാണ്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ ക്രൂയിസ് ബോട്ട് എന്ന് ചോദിച്ചാൽ അത് ഇന്ദ്രയാണ്. ലോകത്തിലെ ഏറ്റവും വിശദമായ ചാന്ദ്ര ഭൂപടം പുറത്തിറക്കിയ രാജ്യം ചൈനയാണ്. ഇമ്പോർട്ടൻസ് കൊടുക്കുക. ലോകത്തിലെ ഏറ്റവും വിശദമായിട്ടുള്ള ചാന്ദ്ര ഭൂപടം പുറത്തിറക്കിയ രാജ്യം ചോദിച്ചു കഴിഞ്ഞാൽ അത് ചൈനയാണ്. ഒന്നുകൂടി പറയാം, ലോകത്തിലെ ഏറ്റവും വിശദമായ ചാന്ദ്ര ഭൂപടം അല്ലെങ്കിൽ ചന്ദ്രന്റെ ഭൂപടം പുറത്തിറക്കിയ രാജ്യം ചോദിച്ചു കഴിഞ്ഞാൽ അത് ചൈനയാണ്. ചൊവ്വയിൽ നാസ പരീക്ഷണാർത്ഥം പുറത്തിറക്കിയ ഹെലികോപ്റ്റർ ആണ് ഇന്റർജെന്യൂറ്റി. മറക്കല്ലേ, ചൊവ്വയിൽ നാസ പരീക്ഷണാർത്ഥം പുറത്തിറക്കിയ ഹെലികോപ്റ്റർ അറിയപ്പെടുന്ന പേരാണ് ഇന്റർജെന്യൂറ്റി. എന്താ അവൻ അറിയപ്പെടുന്ന പേര്? ഇന്റർജെന്യൂറ്റി. നാസ ചൊവ്വയിൽ ഇറക്കിയ റോവറിന്റെ പേര് എല്ലാ സുഹൃത്തുക്കൾക്കും അറിയാമായിരിക്കും.
പറയും. ആ റോവറിന്റെ പേരെന്താ സുഹൃത്തുക്കളെ? റോവറിന്റെ യെസ്, അത് തന്നെയാണ് പെർസിവറൻസ്. അപ്പോ ചൊവ്വയില് നാസ പരീക്ഷണാർത്ഥം പുറത്തിറക്കിയ ഹെലികോപ്റ്റർ ചോദിച്ചാൽ അവന്റെ പേര് ഇന്റർജെന്യൂറ്റി ആണ്. പക്ഷെ എല്ലാവർക്കും അറിയാവുന്ന പോയിന്റ് ആണ്, ചൊവ്വയിൽ നാസ പരീക്ഷണാർത്ഥം ലാൻഡ് ചെയ്യിപ്പിച്ച റോവറിന്റെ പേരെന്താണെന്നുള്ളത്. അത് പെർസിവറൻസ് ആണ്. സംസ്ഥാനത്തെ ആദ്യത്തെ ഹൈഡ്രജൻ കാർ രജിസ്റ്റർ ചെയ്തത് തിരുവനന്തപുരം ജില്ല. സംസ്ഥാനത്തിലെ അല്ലെങ്കിൽ കേരളത്തിലെ ആദ്യത്തെ ഹൈഡ്രജൻ കാർ രജിസ്റ്റർ ചെയ്തത് എവിടെയെന്ന് ചോദിച്ചാൽ അത് തിരുവനന്തപുരം ജില്ലയിലാണ്. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിക്കുന്ന ആദ്യത്തെ ഇലക്ട്രോണിക് ചിപ്പുകളാണ് ശക്തിവേഗ. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിക്കുന്ന ആദ്യത്തെ ഇലക്ട്രോണിക് ചിപ്പുകളാണ് ശക്തിവേഗ എന്ന പേരിൽ അറിയപ്പെടുന്നത്. എന്താ പേര്? ശക്തിവേഗ. ഇന്ത്യക്ക് ഇപ്പോൾ ശക്തിയുമുണ്ട്, വേഗതയുമുണ്ട്. എന്താണ് ഇലക്ട്രോണിക് ചിപ്പുകളുടെ നിർമ്മാണത്തിൽ നിങ്ങൾ പഠിച്ചു വെച്ചേക്കുക. കോഡിന് വേണ്ടി പറഞ്ഞതാണ് ശക്തിവേഗ എന്നുള്ളത്. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിക്കുന്ന ആദ്യത്തെ ഇലക്ട്രോണിക് ചിപ്പുകൾ അറിയപ്പെടുന്ന പേരാണ് ശക്തിവേഗ. അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് മോസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ഇപ്പോഴും PSCയുടെ പല ചോദ്യ പേപ്പറിലും കാണുന്നുണ്ട്. 104 ഉപഗ്രഹങ്ങൾ ഒരുമിച്ച് വിക്ഷേപിക്കുന്നതിന് ISRO ഉപയോഗിച്ച റോക്കറ്റ് ആണ് PSLV 37. എന്താണ്? PSLV എത്രയാണ്? 37 ആണ്. ഓർക്കുക, 104 ഉപഗ്രഹങ്ങളെ ഒരുമിച്ച് വിക്ഷേപിക്കുന്നതിന് ISRO ഉപയോഗിച്ച റോക്കറ്റ് ആണ് PSLV 37. PSLV എന്താണ്? 37. മറക്കരുത്. ഇപ്പോഴും പല ചോദ്യ പേപ്പറിലും കാണാറുണ്ട്. അതുകൊണ്ട് സുഹൃത്തുക്കൾ ഇത് ഒരിക്കലും മറക്കരുത്. ട്രെയിനുകൾ തമ്മിൽ കൂട്ടിയിടി, സിഗ്നൽ ചാട്ടം, പിന്നിൽ നിന്നുള്ള കൂട്ടിയിടി തുടങ്ങിയ അപകടങ്ങൾ ഒഴിവാക്കാൻ റെയിൽവേ നടപ്പിലാക്കുന്ന ഓട്ടോമാറ്റിക് പ്രൊട്ടക്ഷൻ സംവിധാനം അറിയപ്പെടുന്ന പേരാണ് കവച്. കറണ്ട് നമ്മുടെ ഒറീസയിൽ നടന്ന സിറ്റുവേഷൻസ് വെച്ചിട്ട് സുഹൃത്തുക്കൾ ഇമ്പോർട്ടൻസ് കൊടുത്തു തന്നെ പഠിക്കുക. ട്രെയിനുകൾ തമ്മിലുള്ള കൂട്ടിയിടി, സിഗ്നൽ ചാട്ടം, പിന്നിൽ നിന്നുള്ള കൂട്ടിയിടി തുടങ്ങിയ അപകടങ്ങൾ ഒഴിവാക്കാൻ റെയിൽവേ നടപ്പിലാക്കുന്ന ഓട്ടോമാറ്റിക് പ്രൊട്ടക്ഷൻ സംവിധാനം അറിയപ്പെടുന്ന പേരാണ് കവച്. എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? കവച് എന്നെന്ത് ചെയ്യുക? ഓർക്കുക. ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയ മനുഷ്യവാഹക പൈലറ്റ് രഹിത ഡ്രോൺ ആണ് വരുണ. ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയ മനുഷ്യവാഹക പൈലറ്റ് രഹിത ഡ്രോൺ അറിയപ്പെടുന്ന പേരാണ് വരുണ. ഒന്നുകൂടി പറയുവാണ്, ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയമായ എന്ന് വെച്ചാൽ നമ്മൾ ഇന്ത്യക്കാർ സ്വന്തമായി നിർമ്മിച്ച മനുഷ്യവാഹക, മനുഷ്യനെ വഹിച്ചുകൊണ്ട് പോകാൻ കഴിവുള്ള പൈലറ്റ് ഇല്ലാത്ത ഡ്രോൺ അറിയപ്പെടുന്ന പേരാണെന്ത്? വരുണ എന്നുള്ളത്. അവന്റെ പേരെന്താണ്? വരുണ. ഗഗൻയാൻ പദ്ധതിക്ക് ഇന്ത്യയുമായി സഹകരിക്കുന്ന രാജ്യങ്ങൾ റഷ്യയും ഫ്രാൻസും. മോസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ് മറക്കരുത്. ഗഗൻയാൻ പദ്ധതിയിൽ ഇന്ത്യയുമായി സഹകരിക്കുന്ന രാജ്യങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ റഷ്യയും ഫ്രാൻസും. ഗഗൻയാൻ പദ്ധതി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ISROയുടെ മനുഷ്യനെ സ്പേസിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതി അറിയപ്പെടുന്ന പേരാണ് ഗഗൻയാൻ എന്ന് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന രാജ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ പക്ക നമ്മുടെ കൂടെ ആര് നിൽക്കും? റഷ്യ നിൽക്കും. അതിനോടൊപ്പം തന്നെ ഫ്രാൻസും ഉണ്ട്. മറക്കരുത്, റഷ്യയും ഫ്രാൻസുമാണ് ഇന്ത്യക്കൊപ്പം കൈകോർത്തിരിക്കുന്നത് ഗഗൻയാൻ പദ്ധതിയിൽ. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ഇത്രയും ഭാഗമായിരുന്നു ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത്. സുഹൃത്തുക്കൾ എല്ലാവരും നന്നായിട്ട് തന്നെ ഈ ഭാഗങ്ങൾ പഠിക്കുക. ഏതൊരു PSC എക്സാമിനും നിങ്ങൾക്ക് ഉപയോഗമാകുന്ന കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കറണ്ട് അഫയേഴ്സ് മേഖലയിൽ സുഹൃത്തുക്കൾക്ക് യാതൊരു ടെൻഷനും വേണ്ട, മുഴുവൻ മാർക്ക് നമുക്ക് നേടാം. ഇത്രയും നേരം ഈ വീഡിയോ കണ്ട സുഹൃത്തുക്കൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഈ വീഡിയോ ഇഷ്ടമായി എങ്കിൽ സുഹൃത്തുക്കൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ബട്ടനോട് ചേർന്നുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തി കഴിഞ്ഞാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നന്ദി, നമസ്കാരം.